തിരുവനന്തപുരത്തും കൊല്ലത്തുമായി കടലിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ 10ാം ദിവസവും തുടരുകയാണ്. ആ തിരച്ചിലും നിരാശ. കൊല്ലത്തെ പരിശോധനയ്ക്ക് ശേഷം നാവികസേനയുടെ INS കൽപ്പേനി കപ്പലും മുങ്ങൽ വിദഗ്ധരും മുതലപ്പുഴയിലെത്തി. വൈകിട്ട് വരെ പരിശോധന നടത്തിയെങ്കിലും ആരെയും കണ്ടെത്താനായില്ല. കൊല്ലം നീണ്ടകരയിലെ പരിശോധന പൂർത്തിയാക്കിയാണ് നാവികസേനാ സംഘം വൈകിട്ട് 4 മണിയോടെ മുതലപ്പുഴയിലെത്തിയത്. നാവികസേനയുടെ INS കൽപ്പേനി കപ്പലും മുങ്ങൽ വിദഗ്ധരുമാണ് തിരച്ചിലിന് നേതൃത്വം നൽകിയത്. 4 മണി മുതൽ 6 വരെ പാറക്കെട്ടുകൾക്കിടയിലും ആഴക്കടലിലും പരിശോധന നടത്തി. എന്നാൽ 10ാം നാളിലും ഫലം നിരാശയായിരുന്നു. നല്ല രീതിയിൽ നമ്മൾ അയച്ചു പറക്കി നോക്കിയിട്ടുണ്ട്. കല്ലിനിടയിൽ നമ്മളെല്ലാം നോക്കി. ഇതിന്റെ അപ്പുറത്തേക്ക് ഒഴുക്ക് ഭയങ്കരമായിട്ട് നിൽക്കുന്ന ഭാഗങ്ങളാണ്. വിഴിഞ്ഞത്ത് കാണാതായ ജോണിനായി ഫിഷറീസിന്റെ ധീരാവള്ളവും പ്രദേശവാസികളും കടലിലുണ്ട്. കോസ്റ്റ് ഗാർഡിന്റെ ഡോർണിയർ വിമാനം തമിഴ്നാട് തീരം വരെ പരിശോധന നടത്തി. രാമേശ്വരം ഭാഗത്തേക്ക് എയർ സെർച്ച് വ്യാപിപ്പിക്കാൻ ചെന്നൈ കോസ്റ്റ് ഗാർഡ് മുഖേന അനുമതി തേടിയിട്ടുണ്ട്. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കേട്ടിട്ടില്ല. അതാണ് ആക്ച്വലി കേൾക്കേണ്ടത്. അതേസമയം കൊല്ലം നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണനായി നാവികസേനയുടെ നേതൃത്വത്തിൽ ഇന്നു രാവിലെ മുതൽ തിരച്ചിൽ നടത്തിയിരുന്നു. അപ്പൊ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ട് എന്നറിയുന്ന ഗവൺമെന്റ് ഇത് എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ വയ്യതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. പ്രതികൂലമായ കാലാവസ്ഥയും ശക്തമായ കടൽക്ഷോഭവും തീരപ്രദേശത്ത് ഇന്നും ബാക്കിയാക്കിയത് നിരാശയും ആശങ്കയും മാത്രമാണ്. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ സ്വാന്തന സാജു, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.